1600-ലധികം സർവകലാശാലകളും 1 ലക്ഷം പ്ലസ് കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 800800-8001-20. സാറൊന്നും പറഞ്ഞില്ലേ? വി ആർ ഫ്രം ഇൻകം ടാക്സ്. ഞങ്ങളുടെ അനുവാദമില്ലാതെ കോൾ അറ്റൻഡ് ചെയ്യുകയോ ഒരു കോള് പോലും പുറത്തേക്ക് വിളിക്കാനോ പാടില്ല. ശരി സാർ. നിങ്ങൾ ആ രജിസ്റ്റർ എടുക്കേ. വി ആർ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇരിക്കാം സാർ. ഞങ്ങളുടെ അക്കൗണ്ടൊക്കെ വളരെ ക്ലിയറും കൃത്യവുമാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പലതവണ ഞങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. തൽക്കാലം നിങ്ങൾ രജിസ്റ്റർ എടുക്ക്. സിസ്റ്റം ഓഫ് ചെയ്യരുത്. സാർ, ഇതിപ്പോ ഇവിടെ പറഞ്ഞത് അനുസരിച്ചാ മതി. എങ്കിൽ ഞാൻ മാഡത്തിനെ ഒന്ന് വിളിച്ചോട്ടെ. ആർക്കും ഫോൺ ചെയ്യാൻ പറ്റില്ല. MD ഞങ്ങൾ വിളിച്ചോളാം. ജിൻസി ഇതുവരെ എത്തിയില്ലല്ലോ? ഇല്ല മാഡം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. ശരി മാഡം. ജിൻസി വൈകുമെന്ന് മറ്റോ പറഞ്ഞിരുന്നോ? ഇല്ല മാഡം. അവളെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ എന്തായാലും ഇറങ്ങാം. 15 മിനിറ്റ് വരെ നോക്കിയിട്ട് അവള് വന്നില്ലെങ്കിൽ എന്നെ വിളിക്കണം. വിളിക്കാം മാഡം. പിന്നെ പറഞ്ഞതറിയാലോ, ഒരു സാഹചര്യത്തിലും മുകളിലേക്കൊന്നും പോകരുത്. അറിയാം മാഡം. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒക്കെ ഓർത്തോളണം. ശരി. വക്കീലെ, സത്യസന്ധമായിട്ട് പറയണം. ഈ കേസിന്റെ ഭാവിയെക്കുറിച്ച് എന്തു തോന്നുന്നു? വക്കീല്, ചന്ദ്രമതി മാനസിക രോഗിയാണെന്നുള്ള ആ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തകിടം മറിച്ചു അല്ലേ? പ്രതീക്ഷകളൊക്കെ അങ്ങ് ഒലിച്ചു പോകുന്നു. മുൻപിൽ ശൂന്യത പോലെ. മാഡം, സത്യം നമ്മുടെ ഭാഗത്താണല്ലോ അല്ലേ? ഇനി സത്യം നമ്മുടെ ഭാഗത്തായിട്ടൊന്നും കാര്യമില്ലല്ലോ. നിർണായക സാക്ഷിയെ കൊണ്ടും പ്രയോജനമില്ലാതായില്ലേ? മാഡം, സത്യം ജയിക്കും. സത്യമേ ജയിക്കാവൂ. സത്യം മാത്രമേ ജയിക്കാവൂ. മാഡത്തിന് ഞാൻ പ്രതീക്ഷ ഒന്നും തരുന്നില്ല, നിരാശപ്പെടുത്തുന്നുമില്ല. സത്യം ജയിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ നേട്ടങ്ങൾ താൽക്കാലികമാണ്. അതൊക്കെ കാലം തെളിയിക്കും. മാഡത്തിന്റെ മനസ്സിലിപ്പോ ഒരുപാട് സംശയങ്ങൾ വന്നു കഴിഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കണമെന്നൊന്നുമില്ല. ഇനി വിജയിച്ച് കാണിച്ചാലേ വിശ്വസിക്കൂ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല, വാക്ക് തരുന്നുമില്ല. ആദ്യം പറഞ്ഞത് തന്നെ ആവർത്തിക്കാം. സത്യമേവ ജയതേ.